നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ ചെയ്ത് ഇല്ലാതാവോ? എന്നാലും അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ടു. തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നില്ല. മക്കളെ കണ്ടും മാമ്പു കണ്ടും ആശിക്കല്ലെന്ന പണ്ടുള്ളവർ പറയുന്നത് വെറുതെ അല്ല. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? അറിയില്ല. നിന്റെ മനസ്സിലുള്ള പെണ്ണ് വീണയാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചതാ. അന്നേരം അവൻ സമ്മതിച്ചില്ല. ആണെങ്കിൽ ഈ കല്യാണം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ എന്നിട്ടും എനിക്ക് സഹിക്കുന്നില്ലേ ചേട്ടാ. ഇത്രയും കാലം എല്ലാവരുടെ മുമ്പിൽ അന്തസ്സോടെ ജീവിച്ചു. ഇനി നമുക്ക് ഇങ്ങനെ അങ്ങ് ജീവിക്കാം. നമ്മുടെ മകൻ നമുക്ക് തന്ന വിധിയല്ലേ ഇത്? അനുഭവിക്കാം. അല്ലതെന്താ? മറ്റെന്ത് സഹിക്കാം? കിരിച്ചയുടെയും പവിയേട്ടന്റെയും പരിഹാസം അതാ കാണാൻ വയ്യാത്ത. മരിച്ച മതിയെന്ന് തോന്നുക. അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ മോൻ കാണിച്ച വൃത്തിയേടല്ലേ? കിരിച്ചയും പവിയേട്ടനെയും ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ എനിക്ക് ഓർമ്മ വരുന്നത്. പോട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ. അവൻ നമുക്ക് ഇങ്ങനെ ഒരു മകൻ വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. ഇതേട്ടാ ഏയ്, ഒന്നുമില്ല.